VS അച്യുതാനന്ദന്റെ ഒരു ഡ്രൈവർ രാജനുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാജനെ ഞാൻ മാധ്യമമാക്കുകയാണ് VS അച്യുതാനന്ദന്റെ അടുത്തിലേക്ക് കാര്യം കിട്ടാൻ. അപ്പൊ ഞാൻ അവിടെ മാധ്യമമാക്കുന്നത് രാജനെ. രാജൻ എന്റെ വസീലയാണ്, മാധ്യമമാണ്. അയാളെ തവസ്സുലാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് പറയാം, ഞാൻ രാജന്റെ അയൽവക്കക്കാരനാണ്, അതുകൊണ്ട് എന്റെ ഈ ആവശ്യമൊന്ന്. ഇത് രാജനെ വസീലയാക്കലാണ്. ഇതിനും പറയും ഇസ്തിശ്ഫാഉൻ ബിരാജൻ, രാജനെ കൊണ്ട് ശഫാഅത്ത് നേടി. മനസ്സിലായോ? ഇസ്തിശ്ഫാഉൻ ബിരാജൻ എന്ന് പറയാം. ചിലപ്പോൾ ഞാൻ രാജന്റെ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ മുമ്പ് പറയും, എടോ ഞാനും നീയും ഒപ്പം പഠിച്ചതല്ലേ, ഒപ്പം വളർന്നതല്ലേ, നിനക്കെന്നെ ഓർമ്മല്ലേ, ഞാനിപ്പോ ഒരു വലിയ ആപത്ത് പെട്ടിരിക്കുകയാണ്. ആ ആപത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ VS ഒന്ന് ഒപ്പിട്ട് തരണം. അതിനിപ്പോ നിന്നെ കൊണ്ട് കഴിയും, നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ, പ്ലീസ് നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ എന്ന് വസീലയായ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ അതും രാജനോട് ഒപ്പിടാൻ ആവശ്യപ്പെടില്ല. കാര്യം ചെയ്തു തരേണ്ട VSന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം രാജനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ രാജനോട് ശഫാഅത്ത് ചെയ്യാനല്ല ആവശ്യപ്പെടുന്നത്, പ്ലീസ് നീ ശരിയാക്കി തരണം രാജൻ എന്നാ പറയാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ പരിശ്രമം പരമാവധി നീ ചെയ്യണം എന്നാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ഔലിയാക്കളോട് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട ഔലിയ, ഇവിടെ കിടക്കുന്ന മഹാനെ, ബദരീങ്ങളെ, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്, നിങ്ങൾ ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാ. ഇതിന്റെ പേരാണ് ഇസ്തിശ്ഫാ. ഇത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ആ ഇസ്തിശ്ഫായിൽ പെട്ടതാണ് വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ആ കാര്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ട എന്തും ഞാൻ ചെയ്യാം, അവിടെ ഞാൻ ശുപാർശ ചെയ്യാം എന്ന ഓഫറാണ്. ഈ ഓഫർ വെച്ച് നമ്മൾ ശൈഖിനെ വിളിച്ചാൽ ആ ശുപാർശ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം ഇസ്തിശ്ഫാ എന്ന് അതിന് പറയാം. ഈ ഇസ്തിശ്ഫായിനെ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ദുരുപയോഗമാണ്, അർത്ഥം തിരിയാത്തവന്റെ വിവരക്കേടാണ്. അതാണ് നിങ്ങളോട് ഞാൻ പ്രാർത്ഥനയുടെ അർത്ഥം ചോദിപ്പിച്ചത്, നിങ്ങളെ കുഴക്കാനല്ല. മനസ്സിലായോ? നമുക്ക് വിഷയം മനസ്സിലായോ? ഉസ്താദ് അച്യുതാനന്ദന് രാജനറിയാം, ഈ വിഷയം ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഉസ്താദ് പറഞ്ഞല്ലോ ഉദാഹരണം. ഇപ്പൊ പടച്ചതമ്പുരാന് ഈ കാസർഗോഡുള്ള ഈ ബഷീറിനെ അറിയാം, നേരെ മറിച്ച് അച്യുതാനന്ദനെ ഇപ്പൊ നമ്മ പരിചയപ്പെടുത്തുമ്പോ രാജനെ നമുക്കറിയുന്നത്, രാജനോട് നമ്മ പറയുന്നത് ഇതും അതും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? പടച്ചതമ്പുരാൻ ആരാണ്? കണ്ടനാടിയേക്കാൾ അടുത്തിരിക്കുന്ന പടച്ചതമ്പുരാനെ ആരെയെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതിലേക്ക് ഈ ദുനിയവിയായ ഭൗതിക ലോകത്ത് നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെയും ജഡ്ജിയുടെയും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പടച്ചതമ്പുരാന്റെ വിലയെ കുറക്കുകയാണ് ഉസ്താദ് ചെയ്യുന്നത് ഈ അവസരത്തിൽ. അല്ല സഹോദര, ഇസ്തിശ്ഫാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാണ്, നിങ്ങൾ മടക്കാനായിട്ടില്ല. ഇസ്തിശ്ഫാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഒരാളെ ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ശുപാർശ എന്ന വാക്കുപയോഗിക്കാതെയും ശുപാർശ ചെയ്യണേ എന്ന് വാക്കുപയോഗിക്കാതെയും കാര്യം നടത്തുന്ന ആളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ആളോനൊരു നരിയാന്ന് പറയുമ്പോത്തിന് ഓനങ്ങൾ നരിയാക്കാൻ തന്നെ ചാടുക സഹോദര, അതൊക്കെ അലങ്കാരമല്ലേ? അപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് ഉദാഹരണം ഞാൻ പറയാം. അള്ളാന്റെ കാര്യം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി അള്ളാന്റെ മഖ്ലൂക്കല്ലാതെ എന്തുദാഹരണ സഹോദര ഞാൻ പറയണ്ടേ? അള്ളാന്റെ മഖ്ലൂക്കല്ലാതെ എന്തുദാഹരണം ഞാൻ നിങ്ങളോട് പറയും? അത് ചോദിക്കരുത്, കാരണം ഞാൻ ചോദിച്ചത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ആ രീതിയിൽ, അത് പറയും, പരിചയപ്പെടുത്തേണ്ട ആ രീതിയിലാണ് മനസ്സിലാക്കി അത് പരിചയപ്പെടുത്തി പടച്ചതമ്പുരാനെ കുറിച്ച് ഈ സദസ്സിൽ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് പരിചയപ്പെടാത്ത ആളുടെ മുമ്പിലേ ഈ ശുപാർശ പറയാൻ പറ്റുള്ളൂ എന്നാ. VS അച്യുതാനന്ദനെ പരിചയമുള്ള ആളാണ് ഞാനെങ്കിലും എന്നെ VS അച്യുതാനന്ദന് പരിചയമുണ്ടെങ്കിലും രാജൻ എന്ന് പറയുന്നത് പിണറായി രാജനാന്ന് വെച്ചോളി, എന്നാ കാര്യം മനസ്സിലാവും. പിണറായി രാജൻ പാർട്ടി സെക്രട്ടറി, ആ ആളുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, അയാളെ ബന്ധപ്പെട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ അച്യുതാനന്ദന് ബറി. അപ്പൊ പരിചയമുള്ള ആൾക്കും ഉണ്ട് ഒരു ഇസ്തിശ്ഫാ. പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ആളോ എന്ന് വ്യത്യാസമല്ല. അള്ളാഹുവിന്റെ കാര്യവും അള്ളാന്റെ ദർബാറിലെ ചോദ്യവും ഈ മഖ്ലൂക്കിനോടുള്ള ചോദ്യം പറഞ്ഞല്ലാതെ പരിചയപ്പെടുത്താൻ വേറെ മാർഗമില്ല സഹോദര. ഉദാഹരണം മഖ്ലൂക്കല്ലാതെ വേറല്ല. അപ്പൊ ആ മഖ്ലൂക്കിൽ വെച്ച് രാജാതിരാജനായ റബ്ബിന്റെ സദസ്സിൽ ദർബാറിൽ വെക്കുന്ന ചോദ്യം ഈ സംസ്ഥാനത്തിന്റെ രാജനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞേ ഉള്ളൂ. മുഖ്യമന്ത്രി കാഫിറാണ്, നമ്മൾ മുസ്ലിമാണ്, ഇത് വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി മനുഷ്യനാണ്, അള്ളാഹു സൃഷ്ടാവാണ്, ഈ വ്യത്യാസവുമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പരിചയമുള്ളത് മാത്രമേ ശഫാഅത്ത് അല്ലാതിരിക്കൂ, പരിചയമില്ലാത്തപ്പോഴേ ശഫാഅത്ത് ആവുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റാ. പരിചയമുണ്ടെങ്കിലും പരിചയമില്ലെങ്കിലും ശഫാഅത്ത് ആവൂലേ? മുഖ്യമന്ത്രി അത് മനസ്സിലാവില്ലേ?
പടച്ച തമ്പുരാന്റെ അടുത്തേക്ക് മുഖ്യമന്ത്രിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ആരെയാ കുട്ടി ഉപയോഗപ്പെടുത്തുന്നത്? പിന്നെ വേറൊരു പടച്ചോനിൽ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനിവിടെ എന്താ എതിര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിവിടെ എന്താണ് എതിര് കുട്ടി? ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഖുർആനിന്റെ പരിഭാഷ എന്റെ കയ്യിലുണ്ട്. കെ.വി. ഉസ്താദിന്റെ പരിഭാഷ, കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷ എന്റെ കയ്യിൽ. അതാണ് കുട്ടിയെ പിഴവ്. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ തീരെ വരാത്തത് കൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പരിഭാഷക്കാട് വെച്ചിട്ട് ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നുസ്രത്തുൽ അന എന്ന് പറഞ്ഞൊരു മാസിക ഇവിടെ ഉണ്ടാവും, പുറത്ത് വെക്കാൻ. അവിടെ ബുക്കിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും ആ ബുക്ക്. നിങ്ങളെ കയ്യിലുണ്ടോ? എന്നാ അതിനെടുത്തിട്ട് പറയുന്നു, ഞാൻ നുസ്രത്തുൽ അനാമിന്റെ ആ കോപ്പി നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാക്കിയാൽ അതൊക്കെ തിരിയും. ഈ വിഷയം തന്നെ പറഞ്ഞത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പരിഭാഷക്കാട് വെച്ചിട്ട് ഈ വിഷയം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നുസ്രത്തുൽ അന എന്ന് പറഞ്ഞൊരു മാസിക ഇവിടെ ഉണ്ടാവും, പുറത്ത് വെക്കാൻ. അവിടെ ബുക്കിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും ആ ബുക്ക്. നിങ്ങളെ കയ്യിലുണ്ടോ? എന്നാ അതിനെടുത്തിട്ട് പറയുന്നു, ഞാൻ നുസ്രത്തുൽ അനാമിന്റെ ആ കോപ്പി നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാക്കിയാൽ അതൊക്കെ തിരിയും. ഈ വിഷയം തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നു. പടച്ചവനോട് ആവശ്യപ്പെടുന്ന ആവശ്യം, പ്രാർത്ഥന ഏത്, ഇസ്തിശ്ഫാ ഏത് എന്ന് മനസ്സിലാക്കി തരാനാണ് ഉദാഹരണം. അള്ളാന്റെ മുമ്പിൽ ഉദാഹരിക്കാൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തന്നെ തിരിയുന്നത് പറഞ്ഞ് തിരിയാത്തത് മനസ്സിലാക്കി കൊടുക്കാനാ. ഇവിടെ തിരിയുന്നത് നമുക്ക് സൃഷ്ടികളിലുള്ളൂ, അല്ലെ? സൃഷ്ടികളല്ലേ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതുള്ളൂ. പ്രാർത്ഥന നടത്താൻ അല്ലാഹ് നമ്മളെല്ലാം അത് നിങ്ങൾ പ്രാർത്ഥനയൊപ്പം പഠിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞല്ലോ, ഒരു സൃഷ്ടികളോട് നടത്തുമ്പോഴേക്ക് അത് പ്രാർത്ഥന തന്നെ. അള്ളാഹുവിനെ നടത്തുമ്പോഴും പ്രാർത്ഥന തന്നെ. അത് സൃഷ്ടികളോട് നടത്തിയാൽ അത് തൗഹീദിന് വിരുദ്ധമായി. അള്ളാഹുവിനോട് നടത്തുമ്പോൾ അത് തൗഹീദായി. എന്താണ്? അതാണ് വിദ്യുത്തം. അത് നിങ്ങൾ എവിടുന്ന് പഠിപ്പിക്കുന്ന? അതിനെന്താ തെളിവ്? അള്ളാഹിനോട് നടത്തുമ്പോൾ പ്രാർത്ഥന ഇബാദത്തായി, അത് തൗഹീദായി. സൃഷ്ടികളോട് പ്രാർത്ഥന നടത്തിയ ശിർക്കായി എന്നാണ് ഇതിന്റെ തെളിവെന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അദ്വാഉ വൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അത് തെറ്റാണ്. അതിന്റെ അർത്ഥം പ്രാർത്ഥന ആരാധനയാണ് എന്നല്ല വാചകത്തിന്റെ അർത്ഥം. അത് പറഞ്ഞത് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ സ്വീകരിക്കോ? പരിശോധിക്കും നിങ്ങൾ. എങ്ങനെ നിങ്ങൾ പരിശോധിക്കുക? ആരെയാ പിന്നെ മാനദണ്ഡം സത്യത്തിന്റെ? പണ്ഡിതന്മാർ ഉദ്ധരണികൾ എന്താണ്? പണ്ഡിതന്മാർ അദ്വാഉ വൽ ഇബാദ എന്ന ഹദീസിനെ വിശദീകരിച്ച് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു. പരിശോധിച്ചിട്ട് നിങ്ങൾ ആരാ സ്വീകരിക്കുക? വിശുദ്ധ ഖുർആന്റെ ആയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത്. ഇവിടെ വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. അതിന്റെ അർത്ഥം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കുന്നാണോ? അല്ലല്ല, നിങ്ങളെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അസ്തജിബ് ലക്കും, ഞാൻ ഉത്തരം ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നു, എന്നെ വിളിക്ക്, ഞാൻ ഉത്തരം ചെയ്യാന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖും പറയുന്നു എന്ന് ഞാനും പറഞ്ഞു. എന്നാൽ അത് തമ്മിൽ എങ്ങനെയാ കൂട്ടിച്ചേർക്കാൻ? നിങ്ങൾ പറയും. കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? അംഗീകരിക്കാൻ പറ്റൂല. അതാണ് തൗഹീദ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പ്രാർത്ഥിക്കുന്നതാണ് തൗഹീദ് എന്ന് അല്ലാഹ് പറഞ്ഞോ? അല്ലാഹ് പറഞ്ഞില്ല, എന്നെ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യാന്ന്. അത്ര സ്പഷ്ടമായി. നിങ്ങൾക്ക് എന്താണ് ഖുർആൻ അറിയാം? ഏതാണ് ആ ആയത്ത് എന്ന് അറിയോ? ആ ആയത്തിന്റെ പരിഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? പരിഭാഷ വായിച്ചില്ലല്ലോ. പരിഭാഷ വായിച്ചാൽ എന്തേ ഇപ്പൊ കിട്ടിയത്? അത് വായിക്കണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്റെ റബ്ബ് പറഞ്ഞു ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കൽ തൗഹീദാവുന്നു എന്നും എന്നോടല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുന്നു എന്നും അതിന്റെ അർത്ഥാണോ? ആ വാക്കിന്റെ അർത്ഥാണോ? ഇൻതദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യഖ്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിക മിസ്ലു ഖബീർ. ഇയാളെന്താണ് വേണ്ടത്? എന്താണ് നമ്മൾ അയാളെ വേണ്ടത്? സഹോദരനെ, നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളോട് ഞാൻ തോറ്റു. നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രാർത്ഥനയുടെ ഒരു കാസറ്റ് ഇവിടെ ഉണ്ട്. പ്രാർത്ഥന ഇവിടെ നടന്ന അതേ പ്രാർത്ഥന എന്ന വിഷയത്തെ പറ്റി സംസാരിച്ച ഒരു കാസറ്റ് ഉണ്ട്. ആ കാസറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച് കേട്ടിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കുക. നിങ്ങളോട് സംസാരിച്ചാലേ കഴിയില്ല. നിങ്ങൾ വേറെ ചോദിച്ചോളൂ. ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസിന്റെ ചുരുക്കവാക്യമാണ് അദ്ദുആഉ മുഖുൽ ഇബാദ അദ്ദുആഉ ഹുവൽ ഇബാദ. ഇബാദത്തുകളൊക്കെയും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇബാദത്തുകളെ കൊണ്ട് ദുആ എന്ന് പറയുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നത്. ഇത് അക്കമിട്ട് ഇമാം റാസി വിവരിക്കുന്നു ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. അദ്ദേഹം നമ്പറിട്ട് വിവരിക്കുന്നു എന്തെല്ലാം ദുആയുടെ അർത്ഥമാകും. ഒന്ന്, അൻ യകൂന ദുആഉ ഇബാറത്തൻ അനി തൗഹീദ്. ഖുർആനിൽ പറയുന്ന ദുആ എന്നതിന്റെ അർത്ഥം തൗഹീദ് എന്നാണ്. അല്ലാഹു ഏകനാണെന്നും അല്ലാഹു മാത്രമാണ് ഇലാഹെന്നും വിശ്വസിക്കുക.
സത്യത്തിലുള്ള ഇലാഹ് അള്ളാഹു മാത്രമാണെന്നും സത്യത്തിൽ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണെന്നും വിശ്വസിക്കുന്ന തൗഹീദിന്റെ ശബ്ദത്തിന് പകരം ദുആ എന്ന് ഉപയോഗിക്കും. 2 അയ്യക്കൂനൽ മുറാദു തൗബ, പശ്ചാത്താപം. ഒരാൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നതിന് ദുആ എന്ന് പറയും. പ്രാർത്ഥനയൊന്നും വേണ്ട, എൻ്റെ മനസ്സ് തോന്നിയാൽ മതി. എന്നിൽ നിന്ന് സംഭവിച്ചു പോയൊരു തെറ്റിനെ സംബന്ധിച്ച്, വലിയൊരു കുറ്റത്തെ സംബന്ധിച്ച്, പടച്ചോനെ എന്നിൽ പറ്റിപ്പോയല്ലോ എന്ന് ഹൃദയത്തിൻ്റെ അകത്തൊരു വിചാരം വന്നാൽ ആ വിചാരത്തെ കൊണ്ട് തൗബ എന്ന് പറയും. ഈ തൗബക്കും ദുആ എന്ന് പറയും. 3 അയ്യക്കൂനൽ മുറാദുൽ ഇബാദ, ഇബാദത്ത് എന്നാണ് ദുആയുടെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ ദുആ എന്നതിന് ഉദ്ധരിച്ച് അല്ലാഹു തആല പറയുന്നത് ഇബാദത്ത് എന്ന അർത്ഥത്തിലാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അത് വിശദമായി വിവരിക്കുന്നുണ്ട്. മഹാനായ ഇമാം റാസി മുതൽ അതിൻ്റെയും മുൻപുള്ള തഫ്സീറുകാർ മുതൽ ദുആ എന്ന വാക്യത്തെ ഇബാദത്ത് എന്ന് വ്യാഖ്യാനിച്ചിട്ട് അനേകം ആയത്തുകളിൽ വിവരിക്കുന്നുണ്ട്. ലഭ്യമായ തഫ്സീറുകളിൽ ഏറ്റവും പഴക്കമുള്ളതും ആധികാരികമായതും ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ദുആ എന്ന് പറയുമ്പോൾ ഇബാദത്ത്, യദ്ഊന എന്നതിന് യഅ്ബുദൂന. തഫ്സീർ ജലാലൈനി സാധാരണ പള്ളി ദർസുകളിൽ ഓതി വരുന്ന ഏക തഫ്സീർ. ആ തഫ്സീറിൽ യദ്ഊന എന്ന് കണ്ടാൽ ഉടനെ പറയുന്നത് യഅ്ബുദൂന, ഇബാദത്ത് ചെയ്യുന്നവർ. ഇന്നല്ലദീന തദ്ഊന തഅ്ബുദൂന, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ദൈവങ്ങൾ. ഇങ്ങനെ ഇബാദത്ത് എന്ന അർത്ഥത്തിലാണ് ദുആ. ഈ അർത്ഥത്തിലും ദുആ വരും. 4 അയ്യുഫസ്സറ ബിത്വലബിൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, ഒരടിയാൻ തൻ്റെ യജമാനനായ റബ്ബിനോട് തൻ്റെ ആവശ്യങ്ങൾ അപേക്ഷിക്കുക. ഈ അപേക്ഷിക്കുന്നതിനും ദുആ എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുക, ദുആയിരക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന വാചകത്തിൻ്റെ അർത്ഥം 4 നമ്പർ അർത്ഥമാണ്. 4 നമ്പർ പറഞ്ഞാൽ താണർത്ഥം എന്നുള്ള അർത്ഥത്തിലല്ല. ഇമാം റാസി വിവരിക്കുമ്പോൾ അദ്ദേഹം അവസാനമായിട്ട് വിവരിക്കുന്ന അർത്ഥമാണ് തൻ്റെ ആവശ്യങ്ങൾ യജമാനന് മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷക്കും ദുആ എന്ന് പറയുമെന്ന്. അപ്പൊ അപേക്ഷാവാക്യത്തിനും പ്രാർത്ഥനാവാക്യത്തിനും ദുആ എന്ന് പറയും പോലെ ആരാധനാ കർമ്മങ്ങൾക്ക് ദുആ എന്ന് പറയും. അടിസ്ഥാനപരമായി അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന തൗഹീദിന്റെ വിശ്വാസത്തിന് ദുആ എന്ന് പറയും. അതുപോലെ നമ്മുടെ കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും വിശ്വാസത്തിലും വരുന്ന അനേകം കാര്യങ്ങൾക്ക് ദുആ എന്ന് പറയും. അങ്ങനെ വന്നാൽ ആകെയുള്ള ഈ വേദശബ്ദ